പ്രിയ, നീ ആ റെഡ് ബുൾ കളഞ്ഞിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യ്, സൂപ്പർ ആയിരിക്കും. പറയടാ. എടാ മച്ചാ, എവിടെയാടാ നീ? സെന്റിമെന്റ്സ് ഒക്കെ എന്റെ കാലിൽ പോയി വർക്കൗട്ട് ആവില്ല എന്ന് പറഞ്ഞ് ബസ്സിലാണ് പോകുന്നേ. വർക്കൗട്ട് ആക്കിയോ ഒഴിവാക്കിയോ? ഒഴിച്ചോണ്ടിരിക്കുക. എന്റെ കാറിനകത്തിൽ നിന്ന് കുടിക്കല്ലേ, ശ്രദ്ധിക്കണേ. വണ്ടി എവിടെ കിടക്കുന്നത്, ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ശരി, നാളെ രാവിലെ ഞങ്ങളെ പിക്കപ്പ് ചെയ്യാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരണേടാ. ഓക്കെ. ശരി. വണ്ടിയുടെ ഉടമസ്ഥനാ ഇപ്പൊ വിളിച്ചത്. രാവിലെ ആരെങ്കിലും പിക്കപ്പ് ചെയ്യാൻ ചെല്ലണേന്ന്. അവന്റെ വണ്ടി എപ്പോഴും നമ്മൾ തന്നെ യൂസ് ചെയ്യുന്നേ. വല്ലപ്പോഴും ഒരിക്കലാ ഫോൺ ചെയ്ത് വണ്ടി വേണമെന്ന് പറയുന്നേ. വി ഷുഡ് ബി ഓൺ ടൈം. ആരാടാ പോകുന്നേ? എടാ ഞാനാടാ ഇത്. നീ എവിടെ നിൽക്കുന്നേ? സ്റ്റേഷനിൽ. ഓക്കെ. നാശം നാശം, എവിടെ കൊണ്ട് കളഞ്ഞു? എല്ലാം നീ കാരണമാ. ഇന്ന് മദ്രാസിൽ എത്തേണ്ടതാ, ഇനി എങ്ങനെ എത്താനാ? ഹലോ മേഡം, ഞങ്ങൾ ഉറപ്പെട്ടു. ടിക്കറ്റ് ഈ പെണ്ണ് കൊണ്ട് കളഞ്ഞു. അതെ മേഡം, ട്രെയിൻ മിസ്സായി പോയി. ഒരു പ്രശ്നവുമില്ല, നിങ്ങളെല്ലാം ഏർപ്പാട് ചെയ്തോ, ഞങ്ങൾ അങ്ങ് എത്തും. ഓക്കെ മേഡം. എന്താ മദ്രാസിന് പോകാൻ പറ്റുമോ? ഇല്ല സാർ. പിന്നെ എന്തുണ്ടാക്കാനാ അവനൊക്കെ? എടോ മദ്രാസിൽ പോകാനാ, വരാൻ പറ്റുമോ? ഇല്ല ഇല്ല. അവനും കൈയൊഴിഞ്ഞു. ഹലോ, ഒരു മിനിറ്റ്. മദ്രാസിൽ പോണെന്ന് പറഞ്ഞേ. അയ്യോ, മദ്രാസിൽ തന്നെയാ ഞാൻ പറഞ്ഞേ. വരണം സാർ, വരണം സാർ. എത്ര വേണം? നിങ്ങൾ തന്ന മതി സാർ. എത്രയെന്ന് പറയടോ. പറയാൻ കേറ്. ശരി, ഡിക്കി തുറക്ക്. കേറ്, വേഗം കേറ്, വേഗം വാ, വേഗം കേറ്. എടോ എപ്പോഴെത്തും? എപ്പോഴാ നിങ്ങൾക്ക് എത്തണ്ടേ? എത്ര വേഗത്തിൽ പറ്റുമോ അത്രയും വേഗത്തിൽ പോകാൻ സാറേ. ഹലോ. ഹലോ. എടാ മച്ചാ, നീ എവിടാ? ഞാൻ കുറച്ച് ബിസിയാടാ. എന്താടാ ബിസിയാണെന്നോ? വിളിക്കാം. എടാ കുടുംബത്തോടെ ഞാൻ വന്നേക്കുന്നേ, കളിക്കല്ലേ. കട്ട് ചെയ്തല്ലോടി. കട്ട് ചെയ്തെന്നോ? എന്താ ഇത്? നമ്മുടെ കാർ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് ഇങ്ങനെ വന്ന് റോഡിൽ നിൽക്കേണ്ട കാര്യമുണ്ടോ? പേര് കേട്ട ട്രാവൽസിന്റെ ഓണറാ. എന്നാ നമ്മളെ പിക്കപ്പ് ചെയ്യാൻ ഒരു കാർ പോലും ഇല്ല. അവളെങ്ങത്താ? ഞാൻ ഓട്ടോ പിടിച്ച് ആദ്യം വീട്ടിലേക്ക് പോട്ടെ. വിട അവളെ. അച്ഛനും ഇല്ല കൊച്ചനും ഇല്ല. വാ. നിന്റെ അപ്പന്റെ വണ്ടിയായത്. സോറി. ഹലോ. പുറപ്പെട്ടില്ലേ? ഓ മേഡം, എങ്ങനെയാ വരുന്നേ? കാറിൽ വന്നോണ്ടിരിക്കുക. നിങ്ങൾ എല്ലാത്തിനും ഏർപ്പാട് ചെയ്തോ? ശരി, അതൊക്കെ ഞാൻ ഏറ്റു. നിങ്ങൾ എപ്പോഴാ എത്തുന്നേ? 1 മിനിറ്റ്. 4 മണിയോടെ എത്തുമോടോ? എത്തിക്കാം. ശരി മേഡം, 4 മണിക്കുള്ളിൽ തന്നെ എത്തിയേക്കാം. ഈ പെണ്ണെല്ലാം നശിപ്പിച്ചത്. അത് പോട്ടെ. നിങ്ങൾ രജിസ്റ്റർ ഓഫീസിലേക്ക് എത്തിക്കോ, അപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തും. ശരി മേഡം, നിർത്തട്ടെ. ശരി, ഒന്ന് വേഗം പോടൂ. 4 മണിക്ക് മുമ്പ് എത്തിയാ പോരെ? ഞാൻ എത്തിക്കാം. നിനക്ക് അല്പമെങ്കിലും വിവരമുണ്ടോ? ടൈം എന്തായി നോക്ക്. ഇപ്പൊ നീ കാരണം ഞാനാ വഴക്ക് വെക്കുന്നു. ആരാണ് ലൈസൻസ് എവിടെ നോക്കിയാ നീ വണ്ടി എന്റെ വണ്ടി കൊണ്ടിട്ട് നീ ന്യായം പറയുക? വേറൊരു വഴിയില്ലേ? കാര്യമില്ല, അതിങ്ങനെ വന്ന് ബ്ലോക്കിൽ കിടന്ന നമ്മള് പ്രതീക്ഷിച്ചില്ലല്ലോ. ഈ വഴി തന്നെ പോയേ പറ്റൂ. ഇതിപ്പോഴും തീരുമാനം തോന്നുന്നില്ല. പോലീസ് വരട്ടെ. സന്തോഷായല്ലോ. നിനക്കെന്താ കുഴപ്പം? ഞാനല്ലേ ഉത്തരം പറയേണ്ടത്. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? എല്ലാം വരുത്തി വെച്ചിട്ട് ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? വരുന്നോടത്ത് വെച്ച് കാണാം. എടോ, താൻ എവിടെയും പോണേ? ഇവനിത് എങ്ങോട്ടാ പോകുന്നേ? നീ പോടാ. ഞാനും ഇവിടെ ഓടുന്നവൻ. ഓട്ടികൾ നടിണ്ടാക്കാതെ വണ്ടി എടുക്കാം. ആദ്യം അവരോട് വണ്ടി എടുക്കാൻ പറ സാറേ. ശരിക്കും കൊടുത്തു സാർ. ഇവൻ എന്റെ വണ്ടി കൊണ്ടിട്ട് എനിക്ക് അടികൊള്ളുക. പ്രശ്നം ഉണ്ടാക്കോ സാർ ഇവൻ? വണ്ടി ഇറ. ഒരു നിസ്സാര കാര്യത്തിന് റോട്ടിൽ കിടന്ന് അടികൂടുന്നു. ഒന്ന് പൊട്ടിച്ചാലേ ശരിയാവുള്ളൂ. അതാ ഒന്ന് കൊടുത്തേ. ഹലോ. മേഡം, വന്നോണ്ടിരിക്കുക. മേഡം വന്നോണ്ടിരിക്കുക. ഞങ്ങൾ ഇപ്പോ ബാംഗ്ലൂർ കഴിഞ്ഞു. ശരി മാഡം.
എത്രയാ സാർ? 1000 രൂപ അടിക്ക്. ആ, 5 പീടെ പാർസൽ ചെയ്യേ. 120 ആണ് സാർ. ഹലോ, ഒരു മിനിറ്റ്. ആ വണ്ടി ഒന്ന് എടുക്കാമോ? എന്ത്? പ്ലീസ് വണ്ടി എടുക്ക്. അയാൾ വരണ്ടേ? അയാള് വരേണ്ട ആവശ്യമില്ല, പറയുന്ന കേൾക്ക്. പ്ലീസ് വണ്ടി എടുക്ക്. വേഗം വിട്ടോ. ഒന്ന് വേഗം. ഹലോ ഹലോ. പറയടാ. മാഡം ഇത് ഞാനാ വിളിക്കുന്നത്. ആ ഡ്രൈവർ അവളെയും കൊണ്ട് കടന്നു കളഞ്ഞു. ഹലോ, ദയവ് ചെയ്ത പാട്ടൊന്നും നിർത്ത്. ഏയ്, ഞാൻ ഓൺ ചെയ്തല്ല, തന്നെ ഓണായതാ. എന്തു പറ്റി? എന്താ പ്രശ്നം? ഒന്നും മിണ്ടാതെ ഓടിക്ക്. എവിടെ പോണം? എയർപോർട്ടിലേക്ക് പോ. അതെ, അയാളുടെ ഫോൺ അടിക്കുന്നേ. ഹലോ. അയ്യോ, അതെടുക്കാൻ പറഞ്ഞത് അറ്റൻഡ് ചെയ്യാനല്ല, അതെടുത്ത് തരാനാ പറഞ്ഞേ. ഏയ്, നീ എവിടെയാടാ ഇപ്പോ? അവൻ ഞങ്ങളെ വിളിച്ചാ ചീത്ത പറയുന്നേ. എയർപോർട്ടിലടാ. എയർപോർട്ടിലോ? ഏയ്, പറയട്ടടാ, ആ പെണ്ണില്ലേ, അവള് കാറിലൊന്ന് കയറിടാ. ഇതുവരെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. നിന്റെ കൂടോ? ഇപ്പോ ജസ്റ്റ് നൗ എയർപോർട്ടിൽ ഇറക്കി വിട്ടു. ഏയ്, നിനക്കറിയാമോ, അവൾ ഇത്ര നാൾ ബാംഗ്ലൂരിൽ തന്നെയായിരുന്നടാ. കോരിച്ചൊരിയുന്ന മഴ, ഒരേ ഒരു കൊട, നനയാതെ രണ്ടുപേരും നടന്നുപോയി എങ്ങനെയിരിക്കും? അങ്ങനെ തോന്നിയടാ. എന്ത്? ബാംഗ്ലൂരിൽ മഴയോ? ഏയ്, ഒരു എക്സാമ്പിൾ പറഞ്ഞാടാ. ഓ, ഇപ്പഴാ ജസ്റ്റ് നൗ പോയടാ. അവള് പറന്നു പോയടാ. പോയോടാ? ഫ്ലൈറ്റിലോ? അതേടാ, ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലടാ. ഹലോ, ഫ്ലൈറ്റ് മിസ്സായി. ജസ്റ്റ് നൗ. പ്ലീസ് വണ്ടി എടുക്ക്. പോ, കേറിക്കോ. ഏയ്, എന്നെ വിളിക്കടാ. ഏയ്, ഇനി എങ്ങോട്ടാ പോണ്ടേ? റെയിൽവേ സ്റ്റേഷൻ. ഏയ്, ഇപ്പൊ അവിടെ നിന്നല്ല ഇങ്ങോട്ട് വന്നേ. ദയവ് ചെയ്തൊന്ന് വേഗം പോ. എന്തോ ടെൻഷനിലാണെന്നറിയാം, എന്താണെന്ന് മനസ്സിലായില്ല. ഓ, ഇത് വെച്ചോ. വേണ്ടെന്നേ, സാരല്ല, വെച്ചോ. നേരത്തെ തന്നല്ലേ. ഏയ്, ഞാനടാ. ഞാൻ ചോദിച്ചടാ. ഹലോ, എന്താ പറയണ്ടേ? വണ്ടി എടുക്ക. ആ, കേറ് കേറ്. എന്തു പറ്റി? ട്രെയിൻ മിസ്സായി പോയാ? മിണ്ടാതെ ഓടിക്കാൻ പറ്റൂ. ഏയ്, എങ്ങോട്ടാന്ന് പറഞ്ഞാലേ പോകാൻ പറ്റൂ. എവിടേക്കെങ്കിലും പോ. ഏതെങ്കിലും ഉയർന്ന സ്ഥലത്ത് കൊണ്ട് നിർത്ത്. മോളിന് ചാടി ചത്തേക്കാം.
ഇവിടെ തന്നെ ഇറങ്ങിക്കോ. എനിക്കറിയാവുന്ന ഏറ്റവും ഉയരുള്ള സ്ഥലം ഇതാ. വാ ഇറങ്ങിക്കോ. ചുമ്മാ പറഞ്ഞെന്ന് വെച്ച് ഉടനെ അങ്ങനെ തന്നെ അങ്ങ് ചെയ്യണോ? ഇതിപ്പോ നിങ്ങൾ തന്നെ എന്നെ തള്ളിയിടുമല്ലോ. പറയുന്നേക്ക് വാ. ബാംഗ്ലൂർ സിറ്റി നോക്ക്, എത്രയോ വലിയ സിറ്റിയാ. ഇവിടെ നോക്കുമ്പോ ഒരു പൊട്ട് പോലെ ഉണ്ടല്ലേ. നമ്മുടെ പ്രശ്നങ്ങൾ അങ്ങനെയാ, അടുത്തുനിന്ന് നോക്കുമ്പോ വലുതായിട്ട് തോന്നും, കുറച്ച് ദൂരെ വെച്ച് ചെറുതായിക്കോളും. വരുന്ന വഴി കണ്ടില്ലേ എത്ര അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടെന്ന്. ലൈഫ് അങ്ങനെ തന്നെയാന്നേ. അതിനുവേണ്ടി ഇങ്ങനെ ചത്തുകളെന്നൊക്കെ പറയുന്നതിൽ എന്താ കാര്യം? നിങ്ങളെന്തോ പ്രശ്നത്തിലാണെന്ന് മാത്രം അറിയും, എന്താണെന്നറിയില്ല. ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയും, ഞാൻ ചെയ്യാം. വിശ്വാസം ഉണ്ടെങ്കിൽ. എന്തു പറ്റി? വിശ്വാസം വരുന്നില്ലേ? എന്നെ ബോംബെ വരെ കൊണ്ടുവിടാൻ പറ്റുമോ? ബോംബെയോ? പ്ലീസ്. എന്തായാലും അവന്റെ വണ്ടി എടുത്തുകൊണ്ട് പോയി. 2-3 ദിവസത്തേക്ക് അവന്റെ കണ്ണിൽ ചെന്ന് പെടണ്ട, കൊന്നുകളയും. ഏയ് 3 ദിവസമല്ല, കുറച്ച് നാളത്തേക്കില്ല, ബോംബെ പോവാ. എന്ത്? ബോംബെയോ? അതേടാ, കൊണ്ടുപോയി വിടുമെന്ന് ചോദിച്ചു. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ചിലപ്പോ കുറച്ച് പൈസ വേണ്ടി വരും, അക്കൗണ്ടിട്ടേക്ക്. പൈസ ഇടണോ? അതെ, ഇനിയെങ്കിലും പറഞ്ഞൂടെ എന്താ പ്രശ്നമെന്ന്? ദയവ് ചെയ്തൊന്നും ചോദിക്കില്ലേ. ഏയ് ശിവയാടാ. ഞാൻ എങ്ങനെയാ വണ്ടി ഓടിച്ചിരുന്നേ? ആർക്കെങ്കിലും വഴി കൊടുത്തിട്ടുണ്ടോ? ഇപ്പൊ എല്ലാം മാറിപ്പോയടാ. അങ്ങനെ ചിറക് വെച്ച് പറക്കുന്ന പോലെയുണ്ട്. ചുമ്മാ വണ്ടിയിലെടുത്തും തട്ടിയിട്ട് പോയി. ദേഷ്യമേ വരുന്നില്ലടാ. അതേടാ, എന്താടാ അങ്ങനെ? അത് എന്റെ വണ്ടിയല്ലേ, നിനക്കെങ്ങനെ ദേഷ്യം വരൂടാ? ഹലോ ഹലോ, കട്ട് ചെയ്തല്ലോടാ അവൻ. മതി മതി, നിർത്തിയേക്ക്. സാറ് ഫുൾ ടാങ്ക് അടിക്കാൻ പറഞ്ഞു മാഡം. വേണ്ട, എന്റെ കയ്യിൽ ഇത്രേ ഉള്ളൂ. അല്ലല്ല, സാറ് ഫുൾ ടാങ്ക് അടിക്കാൻ പറഞ്ഞു മാഡം. എന്താ പ്രശ്നം? നിങ്ങൾ ഫുൾ ടാങ്ക് അടിക്കാൻ പറഞ്ഞിട്ട് മാഡം സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നു. അല്ല, ഞാൻ നേരത്തെ നിർത്താൻ പറഞ്ഞതാ. ഇപ്പൊ 100 രൂപ കുറവല്ലേ, ഇനിയിപ്പോ എന്താ ചെയ്യാ? നിങ്ങൾ ഫുൾ ടാങ്ക് അടിച്ചോ? അല്ല, എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. ഹലോ, നിങ്ങളുടെ കയ്യിലുള്ള കാശിന് പെട്രോൾ അടിച്ച് ബോംബെയിൽ എത്താൻ പറ്റില്ല, അത് വെച്ചോ. മൊത്തത്തിന് കണക്ക് വെച്ചോളൂ. എല്ലാം ഞാൻ അവിടെ ചെന്നിട്ട് തരാം, പ്ലീസ്. ഞാൻ കണക്കിൽ ഭയങ്കര വീക്കാന്നേ. അപ്പൊ ഞാൻ വെച്ചോളാം. അണ്ണാ, ഇതേ നമ്പരാ അണ്ണാ. ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചോണ്ടാ പോയെ. അമ്മ, അവര് ഈ പമ്പിൽ നിന്ന് തന്നെ പെട്രോൾ അടിച്ചു പോയത്. ഞങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ഉറപ്പായിട്ടും കണ്ടുപിടിച്ചിരിക്കും.